24,799 രൂപ കൊടുത്ത് നമ്മൾ അഗാരോയുടെ ഒരു റോബോട്ടിക് വാക്വം ക്ലീനറാണ് നമ്മളിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു റോബോട്ടിക് വാക്വം ക്ലീനർ മാത്രമല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോപ്പും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഇൻ്റലിജൻ്റ് ആണ് കേട്ടോ ഈ ഒരു റോബോട്ട്. നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഒരു വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു റോബോട്ട് വീട്ടിലുള്ളതുപോലെ തന്നെയാണ്. സോ എന്തായാലും നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട്, ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഒട്ടും താമസിപ്പിക്കാനും വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ ഗൈസ്, ഇതാണ് അഗാരോയുടെ ഒരു ബോക്സിംഗ് എന്ന് പറയുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ആയിട്ട് പാക്കേജ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അകത്തായിട്ട് നമ്മളുടെ റോബോട്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് വെച്ചിട്ടുണ്ട്. പോരട്ടെ. സോ ഗൈസ്, ഇതാണ് നമ്മളുടെ റോബോട്ടിക് വാക്വം ക്ലീനർ വരുന്നൊരു പാക്കേജിങ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ ആയിട്ടൊരു ക്ലീനിങ് ബ്രഷും വാറൻറ്റി കാർഡും കുറച്ച് മാനുവൽസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പുറത്തുള്ള കവർ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ഹെപ്പ ഫിൽറ്റർ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്കിതിൻ്റെ ചാർജിങ് ഡോക്കിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിങ് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമ്മളുടെ ഒരു ക്ലോത്തിങ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് എന്ന് പറയുന്നത് നമുക്ക് മോപ്പ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്ട്രാ ആണ്. അതുപോലെ തന്നെ ഇനി നമ്മളുടെ ഫൈനൽ ഐറ്റം എന്ന് പറയുന്നത് നമ്മളുടെ വാക്വം ക്ലീനറാണ് കേട്ടോ. സോ ഇതാണ് നമ്മളുടെ വാക്വം ക്ലീനർ എന്ന് പറയുന്നത്. സ്ലിമ്മാണ്. അതിലേക്ക് നമുക്ക് വരുന്നതിന് മുന്നേ ബാക്കി എന്തൊക്കെ കാര്യങ്ങളൂടെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ചാർജിങ് ഡോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ ആ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിങ് ഡോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് മോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിയിലത്തെ ആ കണക്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ തറയൊക്കെ മോപ്പ് ചെയ്യുന്നത്. ഇത് നമ്മുടെ റോബോട്ടിക് വാക്വം ക്ലീനറിൻ്റെ അടിവശത്തായിട്ട് വരുന്ന സാധനമാണ് കേട്ടോ. നമുക്കതെല്ലാം കണക്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലി കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഡസ്റ്റൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ് മുൻവശത്ത്. നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യുന്ന സമയത്ത് അതും കാണിച്ചു തരാം. അഡീഷണൽ ഫീച്ചറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വൈഫൈ 2.4 GHz ഉള്ള വൈഫൈയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ എവിടെ നിന്നാലും ഈ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ബാക്കി സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ റോബോട്ടാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. സോ ഇതാണ് നമ്മളുടെ റോബോട്ടിക് ക്ലീനർ എന്ന് പറയുന്നത് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടാണ് കേട്ടോ മുൻവശമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അടിവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് കുറച്ച് റിമൂവ് എന്ന് പറയുന്ന കുറേ ഓപ്ഷൻസിലുള്ള കുറേ പഞ്ഞി പോലത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം റിമൂവ് ചെയ്യണം. കാര്യം ഇതൊക്കെ വച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കിടന്ന് കുലുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് പരിപാടികൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം എടുത്ത 2 സാധനങ്ങളില്ലേ, ഇത് നമുക്കിതിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കളർ കോഡ് കാണാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് കയറ്റി വയ്ക്കാം. 1 2. സോ രണ്ടും കയറ്റി വെച്ച് കഴിഞ്ഞു. ഇത് രണ്ടും റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ കറക്റ്റായിട്ട് അടിച്ച് വിട്ടത് ഈ സാധനത്തിലേക്ക് എത്തിക്കും. ഇത് അകത്തേക്ക് വലിച്ചെടുത്തോളും. ഇനി ഇതിൻ്റെ പിൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു നീല കളറിലുള്ളൊരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു കണ്ടെയ്നർ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു കണ്ടെയ്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ml വെള്ളം കൊള്ളുന്ന ഒരു സംഭവം ഇതിനകത്തുണ്ട്. അതായത് നമുക്ക് മോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇതിനകത്ത് വെള്ളം നിറയ്ക്കണമല്ലോ, അതിനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സാധനം സക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 240 ഗ്രാമോളം പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇത് സക്ക് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് തുറന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ സംഭവം ഒന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു എക്സ്ട്രാ ഹെപ്പ ഫിൽറ്റർ നിങ്ങൾ ആദ്യം ഞാൻ എടുത്തപ്പോൾ കണ്ടു കാണും. അത് നമ്മൾ ഈ ഫിൽറ്റർ മോശമാവുന്ന സമയത്ത് നമുക്ക് അത് ഇവിടെ മാറിക്കൊടുക്കാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഫില്ലൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതായി ഇതിനകത്തേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പോയിക്കോളും. ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കും. അത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ മോപ്പിങ്ങിന് വേണ്ടിയിട്ട് നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഈ ഒരു പ്ലേറ്റിലേക്കാണ് വരുന്നത്. ഈ ഒരു പ്ലേറ്റ് നമ്മൾ ആദ്യം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേറ്റും ഇതിലേക്ക് വയ്ക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, അതും ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നതോടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ സംഭവങ്ങൾ രണ്ടും കറങ്ങിയിട്ട് ഇതിൻ്റെ പൊടിയെല്ലാം ഇവിടെ വലിച്ചെടുക്കും. പിന്നെ തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് തറ തുടയ്ക്കുകയും ചെയ്യും.
സോ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മളുടെ റോബോട്ടിക് വാക്വം ക്ലീനർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെന്ന് പറയുന്നത് ഇതിൽ ഓട്ടോമാറ്റിക് വെറ്റ് ആൻഡ് ഡ്രൈ ക്ലീനിങ് ഉണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഓണാക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് തന്നെ തുടച്ചോളും, ഇത് തന്നെ തൂത്തോളും, എല്ലാം അത് തന്നെ ചെയ്തോളും. പിന്നെ ഇതിൻ്റെ മുൻവശത്തൊക്കെ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ലൈഡാർ സെൻസേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ലൈഡാർ സെൻസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കിയ കാറിലൊക്കെ വരുന്ന പോലുള്ള ലൈഡാർ സെൻസേഴ്സാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഭംഗിയായിട്ടുള്ളൊരു റൂട്ട് പ്ലാന് ഈ ഒരു റോബോട്ടിന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ റൂം എങ്ങനെയാണ് കിടക്കുന്നത്, എവിടെയൊക്കെയാണ് തുടയ്ക്കേണ്ടത്, എങ്ങനെയൊക്കെ തുടയ്ക്കണമെന്നുള്ള രീതികളെല്ലാം റോബോട്ടിനെ ഒറ്റത്തവണ ഈ ഒരു ലൈഡാർ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ റോബോട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ബ്രഷ്ലെസ് മോട്ടറാണ്. അതാണ് ഇതിൻ്റെ പവർ ബേസ് അല്ലെങ്കിൽ പവർ ഹൗസ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രഷ്ലെസ് മോട്ടർ എന്ന് പറയുന്നത് 3200 പാസ്കൽ വരെ സക്ക് ചെയ്തെടുക്കാൻ കഴിവുള്ളൊരു മോട്ടറാണ്. അതോടൊപ്പം തന്നെ ജസ്റ്റ് ഈ ഒരു പവർ കൊണ്ട് മാത്രം ഇതിന് എല്ലാ തരത്തിലുള്ള കൺട്രോളും കിട്ടണമെന്നില്ല. അതായത് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഈ ഒരു റോബോട്ടിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല സർഫസുകളിലും പല രീതിയിലായിരിക്കും നമ്മൾ സക്ക് ചെയ്തെടുക്കേണ്ടത്. അതായത് ഒരു കാർപ്പറ്റിൻ്റെ പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ മാക്സിമം പവർ വേണ്ടത് അവിടെയാണ്. കാര്യം ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പൊടിയൊക്കെ എടുക്കണമെങ്കിൽ അതുപോലുള്ള പവർ വേണം. സാധാരണ ഒരു ഫ്ലോറിൽ അത്രത്തോളം പവർ വേണമെന്നില്ല. അങ്ങനെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഓരോ സർഫസിനനുസരിച്ചും എത്രത്തോളം സക്കിങ് പവർ വേണമെന്നുള്ളത് ചിന്തിച്ച് ആ രീതിയിൽ കൊടുക്കാൻ കഴിവുള്ള ഒരു റോബോട്ട് കൂടിയാണിത്. പൊതുവെ ഇതുപോലുള്ള റോബോട്ടിക് ക്ലീനേഴ്സിന് പലതരത്തിലുള്ള ഷേപ്പ്ഡ് ക്ലീനിങ് ആണ് അവർ പറയുന്നത്. അതായത് വൈ ഷേപ്പ്ഡ് ക്ലീനിങ് അങ്ങനെ പലതരത്തിലുണ്ട്. ഇതിനകത്ത് നമുക്ക് വൈ ഷേപ്പ്ഡ് ക്ലീനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഒരു റോബോട്ടിക് വാക്വം ക്ലീനറിന് ഏറ്റവും പാടായിട്ടുള്ളൊരു റൂമിലൊക്കെ പൊടിയെടുക്കാൻ പാടായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് റൂമിൻ്റെ എഡ്ജസ് ആണ്. അതായത് ഈ അറ്റം ഭാഗം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഈ ഒരു അറ്റം ഭാഗം അത് കവർ ചെയ്യുന്നതെന്നുള്ളത്. ആക്ച്വലി ഇതിൻ്റെ എക്സ്റ്റെൻഡഡ് ആയിട്ട് നിൽക്കുന്ന മുൻവശത്ത് ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഈ എഡ്ജോട് എഡ്ജ് മാത്രം ഇത് സെപ്പറേറ്റ് ക്ലീനിങ് ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു റോബോട്ടിക് വാക്വം ക്ലീനറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൂമിൻ്റെ എഡ്ജസും അതുപോലെ തന്നെ ഹിഡൻ ആയിട്ടുള്ള പാർട്സും ഒക്കെ ഈ ഒരു റോബോട്ട് കവർ ചെയ്യുന്നുള്ളതാണ്. സോ ഇതിൻ്റെ മോപ്പിംഗ് ക്യാപ്പബിലിറ്റീസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിനകത്ത് 250 ml ഒരു ടാങ്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 240 ml ഒരു ഡേർട്ട് ടാങ്ക് വരുന്നുണ്ട്. അതായത് ഇതിനകത്തൂടെ വലിച്ചെടുക്കുന്ന സാധനങ്ങളും പൊടികളും ഒക്കെ വന്ന് കിടക്കുന്ന ഇവിടെയാണ്. അത് ഊരേണ്ടത് എങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഊരിയെടുത്ത് നമ്മൾ മാറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്രത്തോളം ക്യാപ്പബിലിറ്റീസാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ മോപ്പിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാറ്ററിയും കൂടെ ഞാൻ പറയണമല്ലോ. അതായത് നിങ്ങൾ ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 100 മിനിറ്റോളം നിങ്ങൾക്ക് ഈ ഒരു റോബോട്ടിക് വാക്വം ക്ലീനർ ഉപയോഗിക്കാൻ പറ്റും. അതായത് 100 മിനിറ്റത്തെ ക്ലീനിങ്, 100 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മേളിലത്തേക്ക് നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ളൊരു പ്രോഡക്റ്റാണ്. ആക്ച്വലി ഞാൻ ഇതിന് മുന്നേയും റോബോട്ടിക് വാക്വം ക്ലീനേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു ബെസ്റ്റ് റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മറ്റൊരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.